കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിൻ്റെ 8ാമത് എഡിഷൻ വായനയിൽ ഒരു ദേശം പല ഭൂഖണ്ഡങ്ങൾ. പങ്കെടുക്കുന്നവർ വി എസ് സനോജ്, വി മുസാഫർ അഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മൾ വി എസ് സനോജിൻ്റെ ഒരു ദേശം പല ഭൂഖണ്ഡങ്ങൾ എന്ന പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു സംസാരം സംഘടിപ്പിക്കുകയാണ്. അതിന് വന്ന എല്ലാവർക്കും നന്ദി. സനോജിന് ഈ ചടങ്ങിലേക്ക് സ്വാഗതം. സനോജിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേര് ഒരു ദേശം പല ഭൂഖണ്ഡങ്ങൾ എന്നാണ്. ഈ സങ്കല്പം, ഒരു ദേശം എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കെ തന്നെ നാം പല ഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുന്നവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ അനുഭവം പകരുന്ന നിരവധിയായ കാര്യങ്ങളാണ് ഏതാണ്ട് 280 പേജോളം വരുന്ന ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ഒരു സങ്കല്പത്തിലേക്ക് ഒരുപക്ഷെ നോർത്ത് ഈസ്റ്റിലെ കൽക്കത്ത മുതൽ നാഗാലാൻഡ് വരെയുള്ള ആ ഒരു ജീവിതകാലത്ത് പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്നെ അവിടെ ജീവിച്ച കാലത്ത് കിട്ടിയ ഒരാശയമാണോ, കേരളം വിടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പത്രപ്രവർത്തകനായി ജീവിച്ചിരുന്ന കാലത്ത് ഒരൊറ്റ ഇന്ത്യ എന്ന സങ്കല്പത്തിലായിരുന്നു സനോജ് വിശ്വസിച്ചിരുന്നത്? അല്ല, അതായത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറേ ഇപ്പോൾ നെഹ്റുവിയൻ ഒരു ധാരയുടെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് നേരത്തെ തന്നെ നമ്മളതിൻ്റെ പല രീതികളെ, പല അനുബന്ധങ്ങളെയൊക്കെ കുറിച്ച് വായിക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ ഒരു ജീവിതാനുഭവ ലോകം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു പക്ഷേ മനസ്സിലാക്കിയത് കേരളത്തിൽ നിന്ന് ഞാൻ സ്ഥലം മാറ്റപ്പെട്ടതിന് ശേഷമോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നിരന്തരം യാത്രകൾ സംഭവിച്ചതിന് ശേഷമോ ആയിരിക്കും. അതേസമയം പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ, ഇന്ത്യൻ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ട് തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഏകദാനത എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏകാത്മക ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ വേറൊരു തരത്തിൽ പറഞ്ഞാലുള്ള ഒരു കെട്ടുപാടിനുള്ളിലേക്ക് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സമൂഹത്തെ കൊണ്ടുവരാനുള്ളൊരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത കുറച്ചുകൂടെ ശക്തമായ ഒരു സമയത്താണ് ഇത് കൂടുതലായിട്ട് ഇത് പറയേണ്ടതുണ്ട് എന്നുള്ളത് തോന്നുന്നത്. ഒരുപക്ഷെ അങ്ങനെ അല്ലാത്ത സമയത്ത് നമുക്ക് നേരത്തെ അറിയാം പലതരത്തിലുള്ള കൾച്ചർ അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവിതാനുഭവവും അത്തരത്തിലുള്ള കൾച്ചറൽ ഡിഫറൻസസ് ഉള്ള സമൂഹമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കാണുന്നത് ഒരു പക്ഷേ മാധ്യമപ്രവർത്തകനായി കഴിഞ്ഞതിന് ശേഷമുള്ള യാത്രകളിലോ കണ്ട മനുഷ്യരിലൂടെയോ ആ അനുഭവങ്ങൾ ഊറി കിടക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഒരു രാജ്യം എന്ന് പറയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ രാജ്യം എന്ന് പറയുന്നതിന് എല്ലാറ്റിനും ഒരു യൂണിഫൈഡ് ഫോം ഉണ്ട്. ഇത് ഒരു ഫോം എന്ന് പറയുന്ന യൂണിഫോമിറ്റി എല്ലാ അർത്ഥത്തിലും അവരുടെ ജീവിതാനുഭവങ്ങളിലെല്ലാം വേണം എന്ന തരത്തിലേക്കൊരു ഭരണകൂടം പറയാൻ ശ്രമിക്കുന്ന സമയത്താണ് അങ്ങനെയല്ലാത്ത ഇന്ത്യ, നമ്മൾ കണ്ട മനുഷ്യരുടെ ലോകം അങ്ങനെയല്ലല്ലോ എന്ന് എഴുതണമെന്ന് തോന്നിയത്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം എഴുതാനുണ്ടായ ഒരു കാരണം. അത് ഏത് വർഷത്തിലായിരുന്നു, അല്ലെങ്കിൽ ഏത് കാലമാണ് അത് എന്നോട് പറയാം? അതായത് ഞാൻ 2008 ഇവിടെ മാതൃഭൂമി കോഴിക്കോട് മാധ്യമപ്രവർത്തനമായിട്ട് 2008 വരുന്നത്. 2012 ഞാൻ ബംഗാൾ റിപ്പോർട്ടറായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. കൊൽക്കത്തയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. കൊൽക്കത്തയിൽ നിന്ന് ഏതാണ്ട് 2.5 വർഷത്തിന് ശേഷം നാഗാലാൻഡിലേക്ക്, കൊഹിമയിലേക്ക് നാഗാലാൻഡിലെ റിപ്പോർട്ടറായിട്ട് ഞാൻ പോകുന്നു. നാഗാലാൻഡിൽ നിന്ന് കുറച്ചു കാലത്തിന് ശേഷം അവിടെ ഒരു കലാപം നടക്കുകയും നോർത്ത് ഈസ്റ്റുകാർക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ജോലിയിൽ അത് ബാധിക്കുന്ന രീതിയിലേക്കുള്ള ത്രെട്ട് ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ബ്യൂറോ വൈൻഡപ്പ് ചെയ്യുകയും താരതമ്യേന ഏറ്റവും ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നേരിടാൻ സാധ്യതയുള്ള അട്രോസിറ്റീസ് കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ലക്നൌവിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം 4.5 വർഷത്തോളം UP റിപ്പോർട്ടറായിരുന്നു, സ്റ്റേറ്റ് കറസ്പോണ്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഇതിനിടയിലും ഇതിനു മുൻപും അതിനുശേഷവും എല്ലാം തന്നെ ആ മേഖലകളിൽ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ, അതായത് നേപ്പാളിലെ ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടക്കം നടത്തിയ യാത്രകൾ, അതുപോലെ ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് സഞ്ചരിച്ചതിൻ്റെ ഭാഗമായുള്ള റിപ്പോർട്ടേജ് എന്ന് പറയാവുന്ന തരത്തിലേക്കാണ് അതിന് എഴുതുന്നത്. അത് സത്യത്തിൽ സംഭവിക്കുന്നത് അങ്ങനെ ഒരു എഴുതാനുള്ള യാതൊരു തരത്തിലുള്ള പൂർവ്വ നിശ്ചയങ്ങളും ഒരു തരത്തിലും ഇല്ലാത്തൊരാളാണ് ഞാൻ. ഞാനൊരു യാത്ര എഴുതുന്ന മനുഷ്യനാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോഴും സത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല. അത് ഒരു സഞ്ചാര സാഹിത്യമല്ല.
കോവിഡ് സമയത്ത് കമൽറാം സജീവാണ് ട്രൂ കോപ്പി തിങ്ങിന് വേണ്ടിയിട്ട് ട്രാവലോഗ് എഴുതുന്നതിന് നിർബന്ധിക്കുന്നത്. ആ സമയത്തുള്ള ഒരു നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ എഴുതുന്നത്. പക്ഷേ ഈ ഓർമ്മകളെല്ലാം അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയാണത് സംഭവിക്കുന്നത്. അത് പിന്നീട് ആ പുസ്തകമാവുന്നു. DC അത് പ്രസിദ്ധീകരിക്കുന്നു. ടെലഗ്രാഫിൻ്റെ എഡിറ്ററായിട്ടുള്ള R. രാജഗോപാലിൻ്റെ അവതാരികയിൽ പുസ്തകം വരുന്നു. ധാരാളം പേര് വായിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ പുസ്തകത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലക്നൗവിൽ നമ്മൾ താമസിക്കുന്ന ലോകവും കൊഹിമയിൽ താമസിക്കുന്ന ലോകവും വേറെയാണ്. കൊഹിമയിലെ നോർത്ത് ഈസ്റ്റുകാരുടെ അടുക്കളയുടെ മണം തന്നെ വേറെയാണ് അല്ലേ? അറിയാമായിരിക്കും, മുസഫർ അഹമ്മദിനെ അറിയാമായിരിക്കും. അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുള്ള വലിയ യാത്രകൾ ധാരാളം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. നോർത്ത് ഈസ്റ്റുകാരുടെ അടുക്കളയുടെ ഗന്ധം പോലും വേറെയാണ്. ഇറച്ചി ഉണക്കി, തണുപ്പ് കൂടുതലുള്ളതിനാൽ ഇറച്ചി ഉണക്കി തൂക്കിയിട്ടതിൻ്റെ മണമുള്ള അടുക്കളകളാണ്. അങ്ങനെ ഓരോ തരത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ, മറ്റു തരത്തിൽ. ഇപ്പോൾ ഷാംലി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു ജില്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അൺഓതറൈസ്ഡ് തോക്ക് കൈവശം വെക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളുണ്ട്. അവിടെ ഉള്ള മേഖലകളിൽ തന്നെയാണ് ഏറ്റവും അധികം വലിയ സംഗീതത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായ മേഖലകളും ഇതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ്. ഈ വൈജാത്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും കൂടെ ഇൻക്ലൂസീവായി കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംസ്കാരം എന്ന നിലയിലാണ് നമ്മൾ ഇന്ത്യയെ കാണുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു കാർഡും ഒരു വോട്ടും ഒരു മെഷീനും ആയിട്ടുള്ള ഒരു ജീവിതത്തെ ലോകത്തിലേക്ക് അതിനെ പരിമിതപ്പെടുത്തുന്നതിലാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആ വിയോജിപ്പുകൾ ഒരു എഴുത്തിലൂടെ അറിയിക്കണമെന്ന് എന്നെ സംബന്ധിച്ച് തോന്നിയത്. ഞാൻ കൊഹിമയിൽ നാഗാലാൻഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ കൊഹിമയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് ഒരു കടയിൽ കയറിയിട്ട് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയപ്പോൾ ആ കടയിലുള്ള ആൾ ഒരു സ്ത്രീയാണ് കട നടത്തുന്നത്. ആ സ്ത്രീ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ വരുന്നത് എന്നാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. എനിക്കത് മനസ്സിലാകായികയല്ല, എനിക്കതിനെക്കുറിച്ച് അറിയാം, അവരങ്ങനെ ചോദിക്കാൻ ഇടയുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഈ ഒരു അനുഭവം ഒരു സ്ഥലത്ത് എഴുതുകയും അത് പറയുകയും ചെയ്തപ്പോൾ ഒരു ചരിത്രകാരി അതിനെ വേറൊരു തരത്തിൽ തിരുത്തുകയുണ്ടായി. അതായത് അവർ JNUവിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരികൾ നാഗാലാൻഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ നാഗാലാൻഡ് മുഖമുള്ള ആ തരത്തിൽ മുഖമുള്ള സഹപാഠികളുമായിട്ട് അവർ വാഗ ബോർഡറിൽ പോയി. ഒരു ടൂർ എന്ന നിലയ്ക്ക് ഡൽഹിയിൽ നിന്ന് അമൃത്സർ വന്ന് അങ്ങനെ പോയി. അപ്പം ഈ അറിയാമല്ലോ, വാഗയിലെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ വരുമ്പോൾ ഇപ്പുറത്ത് നിന്ന് ഷൗട്ടിങ്ങും കൂക്കലും കൂവിവിളിയും, അത് കൂക്കി വിളിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളക്കാരൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവര് അവിടെ അതൊരു ഗാലറിയിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ ആ ഗാലറിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സംഘം ആളുകൾ അവിടെ ആ ഗാലറിയിൽ ഇരിക്കുന്ന ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ ഒരു വളരെ വിജൃംഭിതമായ ഒരു ദേശീയതയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സംഘം ആളുകൾ പെട്ടെന്ന് ഇവരുടെ നേരെ വിരൽ ചൂണ്ടി ചീനി ചീനി ചീനി, നിങ്ങൾ ചൈനക്കാരാണ്, ചീനികളാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ഒരു അനുഭവം ആ ചരിത്രകാരി പങ്കുവെക്കുകയുണ്ടായി. അപ്പം നമ്മൾ പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ഇന്ത്യക്കാരായി തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ അവരെ ചൈനക്കാർ എന്ന് വിളിക്കുന്നു. ഈ ഒരു കോൺട്രഡിക്ഷൻ അകത്ത്, അത് നാഗാലാൻഡിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, നോർത്ത് ഈസ്റ്റിന് സവിശേഷമായി ഈ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അവർ ഇന്ത്യയുടെ ഭാഗമാകാൻ അവരെ വിസമ്മതിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുവദിക്കാത്ത പലതരം ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ എനിക്ക് തോന്നുന്നത് ഈവൻ എക്സ്റ്റോർഷൻ്റെ ഒരു അനുഭവമൊക്കെ സനോജ് ഇതിൽ എഴുതുന്നുണ്ട്. കാരണം നമ്മൾ അവിടെ, എനിക്ക് തന്നെ അത് ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ അവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ മുറിയിൽ ഇരിക്കുമ്പോൾ 4-5 പേര് വന്നിട്ട് പിന്നെ അവർ ടേബിളിലൊരു കൈത്തോക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു മലയാളിയാണ്, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, നിങ്ങളിവിടെ ബിസിനസ്സിന് വന്നതാണ്, ഞങ്ങൾക്ക് അറിയാം, ഇവിടെ ബിസിനസ് നടത്തണമെങ്കിൽ ഞങ്ങളുടെ അനുമതി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബിസിനസ്സിന് വന്നതല്ല, ഞാൻ ഈ സ്ഥലം കാണാൻ വന്നത്, പക്ഷേ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഹോട്ടൽ മാറിപ്പോയി. അത് അവർക്ക് മനസ്സിലായി. അവർ 20 മിനിറ്റ് എന്നോട് കൺവേഴ്സ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി, ആൾ മാറിപ്പോയി, ഹോട്ടൽ തന്നെ മാറിപ്പോയി എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമുക്ക് വേണമെങ്കിൽ വളരെ എക്സോട്ടിക്കായിട്ട് അവതരിപ്പിക്കാം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണിത്. പക്ഷെ അവരുടെ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഘടനയ്ക്കുള്ളിൽ അവരനുഭവിക്കുന്ന പൊളിറ്റിക്കൽ യാഥാർത്ഥ്യം എന്താണ്? തീർച്ചയായിട്ടും അത് വളരെ എലിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ചരിത്രാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ഒരു ലോകത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവത്തെ അവർ അവതരിപ്പിക്കുന്നത്. അത് അവരുടെ ഒരു ഹിസ്റ്റോറിക്കലി അവരനുഭവിച്ചതിൻ്റെ ഒരു പ്രതികരണം കൂടിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച്
നമുക്കറിയാം ഈ ഒരു സങ്കര സംസ്കൃതിയാണ് ഇവിടുത്തെ സംസ്കൃതി എന്നുള്ള അടിയുറച്ച ബോധത്തിൽ നിന്ന് വേണമല്ലോ എല്ലാ തരത്തിലുള്ള സാമൂഹ്യാനുഭവത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാൻ. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് പലതരത്തിലുള്ള എലീറ്റിസ്റ്റ് വാദങ്ങൾ ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ എല്ലാം ഉയർന്നിട്ടുള്ളത്. ഇപ്പം ലോധി വന്ന വഴിയിലൂടെയല്ല. ഇപ്പം ബാബറിൻ്റെ മുഖച്ഛായ കണ്ടിട്ടില്ലേ? ബാബറിൻ്റെ മുഖച്ഛായയുടെ മംഗ്ലോയിഡ് ഛായയെക്കുറിച്ചുള്ള രസകരമായ പഠനങ്ങളുണ്ട്. ഇതിൻ്റെ വഴി അല്ലെങ്കിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ ദളിത് വിഭാഗത്തിലുള്ള ഒരു അനുഷ്ഠാന രൂപത്തിൻ്റെ ഡിറ്റോ ആയിട്ടുള്ള ഒരു രൂപം നിങ്ങൾക്ക് മസായ് മാര നാഷണൽ പാർക്കിൽ ആ ഭാഗത്തുള്ള ട്രൈബ്സിൻ്റെ പെർഫോമൻസിൽ കാണാൻ പറ്റും. അതെ, ആ യാത്രയുടെ ആ ഒറിജിൻ്റെ അങ്ങനെ വന്ന് കയറി ആ നൊമാഡുകളുടെ ജീവിതത്തിൽ നിന്ന് പലാവർത്തി മാറ്റങ്ങൾ സംഭവിച്ച് അതിലേക്ക് വന്നു കയറിയവരും വെട്ടിപ്പിടിച്ചവരും ആ സങ്കര സംസ്കൃതിയിൽ നിന്നാണ് ഇവിടെ ഒരു ജനതയുണ്ടായത് എന്നുള്ള അടിസ്ഥാനപരമായ ബോധ്യം നിരാകരിക്കപ്പെടുന്നിടത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്യൂരിറ്റൻ വാദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ പ്യൂരിറ്റൻ വാദത്തെ നമുക്ക് എതിർക്കേണ്ടി വരുന്നതും ഈ ഒരു ദേശം തന്നെ പല ഭൂഖണ്ഡങ്ങളാണെന്ന് പറയേണ്ടി വരുന്നത്. നോർത്ത് ഈസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം, അതായത് അവരുടെ ഈ മംഗ്ലോയിഡ് റേസ്, അവിടെ റേസിൻ്റെ പ്രശ്നമാണ് അവർ അനുഭവിക്കുന്ന ഒരു വലിയ എലിനേഷൻ എന്ന് പറയുന്നത്. അവർ ആ രീതിയിൽ എല്ലാ കാലത്തും മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരെ സംബന്ധിച്ചും അവരുടെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ നേരത്തെ പറഞ്ഞില്ലേ, ഈ അവിടെ UG ഗ്രൂപ്പുകളാണ് ഓരോ ജില്ലയിലെയും ഭരണം. അപ്പോൾ കൊഹിമയിലെ ഒരു UG ഗ്രൂപ്പാണെങ്കിൽ ഒരു മലയാളി മാധ്യമ പ്രവർത്തകൻ അവിടെ പോയിട്ട് ഒരു മുറിയിൽ വെറുതെ ഇരിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അയാൾ ജേർണലിസ്റ്റ് ആണെന്ന് പറയുന്നത് മാത്രം ദഹിക്കില്ല. കാരണം അവിടെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിന് വന്ന ആളാണ്, ആ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത്ര മാസം രൂപ തരണം എന്നുള്ളതാണ്. ഇനി ഞാൻ അവിടെ ഇരുന്നില്ലെങ്കിൽ ബ്യൂറോയിൽ നിന്ന് കോഴിക്കോട് എൻ്റെ ഡെസ്കിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഓഫീസിൽ പോകാത്തതെന്നുള്ളതിൻ്റെ ഒരു കത്ത് വരും. ഈ കത്തിന് മറുപടി അയക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഇരുന്നാൽ തോക്കുമായിട്ട് ഈ പറയുന്ന UG ഗ്രൂപ്പ് വരും. അപ്പോൾ അവിടുത്തെ ഒരു രസകരമായ അനുഭവം എന്താണെന്ന് വെച്ചാൽ, കൊഹിമയിലെ SP ആയിരുന്ന ഡോക്ടർ ഇല്യാസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള IPS ഓഫീസർ, ഇല്യാസ് കോഴിക്കോട്ടുകാരനാണ്. ഇല്യാസുമായിട്ട് വലിയ ബന്ധമായിരുന്നു. നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാളാണ് ഇല്യാസ്. അപ്പോൾ എപ്പോഴും ഫ്രീ ആവുന്ന സമയത്ത് SP ഓഫീസിൽ നിന്ന് ഒരു വണ്ടി വിടും. ഒരു അവിടുത്തെ ഈ SP വണ്ടികളെല്ലാം ഈ AK-47 തോക്കൊക്കെയുള്ള ഒരു സെക്യൂരിറ്റികൾ ധാരാളമുള്ള രീതിയിലുള്ള ഒരു സർവൈലൻസിലാണ്. ഈ വണ്ടി എൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് അയക്കും, എന്നെ കയറ്റിയിട്ട് കൊണ്ടുപോകും. വെറുതെ സംസാരിക്കാനാണ് ഈ വിളിച്ചു കൊണ്ടുവന്ന്, ചായ കുടിക്കാനും പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. എന്നിട്ട് തിരിച്ച് വീണ്ടും ഈ പോലീസ് വണ്ടിയിൽ എന്നെ ആ സ്ട്രീറ്റിലോ എൻ്റെ വീടിൻ്റെ മുന്നിലോ വന്ന് ഇറക്കും. ഇതൊരു വലിയ പ്രശ്നമാണ് അവിടെ. ഇത് മണിപ്പൂരിൽ നമ്മുടെ മാതൃഭൂമി റിപ്പോർട്ടർ അനുഭവിച്ചിട്ടുള്ളതാണ്, ബക്കർ അനുഭവിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പോലീസിൻ്റെ ഇൻഫോമറോ അല്ലെങ്കിൽ പോലീസിൽ തന്നെ ഉള്ള ഒരു ഉദ്യോഗസ്ഥനോ ഇവിടെ താമസിക്കുകയാണ് ഈ വേഷത്തിൽ എന്നാണ് നാട്ടുകാർ വിചാരിക്കുന്നത്. ഈ പ്രശ്നം വലിയ രീതിയിൽ, അതേസമയം സൈന്യം വിചാരിക്കുന്നത് ഈ അബ്സ ഉള്ള എന്ന രീതിയിൽ പല മേഖലകളിലും പല മേഖലയിലും പ്രത്യേക സൈനിക നിയമത്തിൻ്റെ എല്ലാ തരത്തിലുള്ള രീതികളുള്ള സമയമാണ്. അപ്പോൾ ഈ ഇന്നർ ലൈൻ പെർമിറ്റ് ഇല്ലാതെ നമ്മൾ 15 ദിവസത്തിൽ കൂടുതൽ അവിടെ നടന്നാൽ ഏത് നിമിഷമാണ് നമ്മളെ പുറകിൽ നിന്നവന്മാർ വെടിവെക്കുന്നതെന്ന് നമുക്കും അറിയില്ല. അപ്പോൾ ഒരേ സമയം ഇതിന് രണ്ടിനും ഇടയിൽപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്ന രീതിയിൽ ധാരാളം മനുഷ്യർ, ഞാൻ പറയുന്നത് നമുക്ക് മറ്റു പല തരത്തിലുള്ള പ്രിവിലേജസ് ഉണ്ട്, പക്ഷെ അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ പ്രതിസന്ധി പല തരത്തിൽ അനുഭവിച്ച ഒരു ജനതയെ സംബന്ധിച്ച് അവർക്ക് ഈ എലിനേഷൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് റേസിൻ്റെ കാര്യത്തിലാണ്. ഇത് ജാതിയുടെ കാര്യത്തിൽ നിങ്ങൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് വന്നെങ്കിൽ ഇത് ജാതിയുടെ കാര്യത്തിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ അടുത്തിടെ CS വെങ്കടേശ്വരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ജാതി വർക്ക് ചെയ്യുന്നത് വേറെ തരം ഒരു മെക്കാനിസത്തിലും കേരളത്തിന് പുറത്ത് ജാതി വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള വേറൊരു തരം മെക്കാനിസത്തിലുമാണ്. ഇപ്പം ഈ അടുത്ത് നമ്മൾ സമ്പലിൽ ഷാഹി ജമാ മസ്ജിദുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടാകുന്നു, പഴയ ക്ഷേത്രം ബാബർ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ്. അതിനു മുമ്പ്, ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതേ സമ്പലിൽ ഷംസോയ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ വാൽമീകി സമുദായക്കാരായ ആളുകൾക്ക് മുടിവെട്ടണമെങ്കിൽ മറ്റ് കടകളിൽ നിന്ന് വെട്ടാൻ പറ്റില്ല. അതിനവർ 5-10 കിലോമീറ്ററുള്ള മുസ്ലിങ്ങളുടെയോ അല്ലെങ്കിൽ മുസ്ലിം പ്രദേശത്തുള്ള കടകളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. എന്നിട്ട് കളക്ടറും SP ആണ് മീറ്റിംഗ് വിളിക്കുന്നത് അവസാനം.
ഇത് 2017 2018 ഇത് നടക്കുന്നത്. ഇത് നടക്കുന്ന ലോകത്താണ് നമ്മൾ ഈ ജീവിക്കുന്നത്. അല്ലെങ്കിൽ പലതരത്തിൽ നമ്മൾ പല അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ നമ്മൾ മലയാളികൾ പുച്ഛിക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഇങ്ങനെയല്ലേ? കുറിച്യ വിഭാഗത്തിൽ നിന്ന് എത്ര ട്രൈബൽ വിഭാഗങ്ങൾ തമ്മിൽ അവർക്ക് മാരി കഴിക്കാൻ പറ്റും, വിവാഹം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഈ തൃശ്ശൂരൊക്കെ എനിക്കറിയാം, പറയന്മാർ പുലയന്മാരുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കില്ലായിരുന്നു. പുലയ സ്ത്രീയെ കല്യാണം കഴിക്കില്ല. അതിന് അവർ കുറച്ചുകൂടെ താഴ്ന്നതായിട്ട്, അതായത് ഈ ജാതീയത മുഴുവൻ അനുഭവിച്ച വിഭാഗം തന്നെ അല്ലെങ്കിൽ വിഭാഗങ്ങൾ തന്നെ അവർക്കിടയിൽ വേറൊരു ശ്രേണിയുണ്ട്. കൂട്ടം തീർക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് കേരളത്തിലുണ്ടായിരുന്നു. ജാതിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്, എടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. വിവാഹാനന്തരം ആ കുട്ടി അവരെക്കാൾ ഇതിൽപ്പെട്ട കുട്ടിയാണെന്ന് വിശ്വസിക്കുകയാണ്. എന്നിട്ട് വിശ്വസിച്ചിട്ട് അവരെ ഒഴിവാക്കുന്ന ഈ കേരളത്തിൽ നടന്നിരുന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരുന്ന ദളിത്സിനിടയിൽ പോലും അത്തരത്തിലുള്ള ശ്രേണികളുണ്ട്. അപ്പോൾ മറ്റു വിഭാഗങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. ഈ തരത്തിൽ സങ്കീർണമായ ജാതി ഘടനയിലും ഒക്കെ കിടക്കുന്ന ഒരു സമൂഹമാണ് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പം നമ്മൾ കാണുന്നത്. ഇതെല്ലാം ചേർന്ന ഒരു സ്ഥലത്ത് ഈ യൂണിഫൈഡ് ഇന്ത്യ എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഏകാത്മക ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ശുദ്ധ അസംബന്ധമാണ് എന്ന് ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുന്ന, ഇന്ത്യയെ അറിയുന്ന എല്ലാ മനുഷ്യർക്കും ജസ്റ്റ് കണ്ണു തുറന്ന് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് പറയുന്ന 1-2 അനുഭവങ്ങൾ, നമ്മുടെ സമയം പെട്ടെന്ന് തീരുകയാണ്, 1-2 അനുഭവങ്ങളെ കുറിച്ച് ചോദിക്കാൻ. ഒന്ന്, ബുന്ദേൽഖണ്ഡിൽ കുട്ടികളെ പുഴയിൽ അടക്കം ചെയ്യുന്ന ഒരു സംഭവം. മറ്റൊന്ന് ഈ ഷീറോസ് എന്ന് പറയുന്ന, അത് UP-യിൽ ലക്നൌവിൽ ആണെന്ന് തോന്നുന്നു, ഷിറോസ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച്, അതായത് ആസിഡ് വിക്ടിംസ് ആയ സ്ത്രീകൾ നടത്തുന്ന റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്ന്, ചെമ്മീൻ സിനിമയുടെ എഡിറ്റിങ്ങിലോ ആ പ്രോസസ്സിലോ ഉണ്ടായിരുന്ന ഒരു എഡിറ്റർ, പിന്നീട് ചായക്കടയോ മറ്റോ കൽക്കത്തയിൽ ചായക്കട നടത്തുന്നവർ, ഇങ്ങനെ 2-3 ഈ പല ഭൂഖണ്ഡങ്ങളിൽ ചില മനുഷ്യർ തന്നെ ഭൂഖണ്ഡങ്ങളായി മാറുന്ന അനുഭവം ഈ പുസ്തകം തരുന്നുണ്ട്. അതിലെനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന 3 അനുഭവങ്ങളാണ് ഇത്. അതിനെക്കുറിച്ചൊന്ന് പറയും. അതായത് ഞാൻ ട്രാൻസ്ഫറായി വരുന്ന സമയത്ത് അവിടുത്തെ സുനിൽ ജെയിൻ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ബ്യൂറോൻ്റെ കെട്ടിടമുടമയായിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് യാത്ര പറഞ്ഞു പോരുമ്പം നല്ല അനുഭവങ്ങളാണ്, ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും മറ്റുമൊക്കെ നല്ല അനുഭവമായിരുന്നു എന്നൊരു വാചകം ഞാൻ പറഞ്ഞപ്പം അദ്ദേഹം വളരെ ഇമോഷണലായി സംസാരിച്ചു എന്നോട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ UP-ക്കാരെ കുറിച്ച് സൗത്ത് ഇന്ത്യൻസ് വന്ന് നല്ല അഭിപ്രായം പറയുന്നത്. പക്ഷേ മനുഷ്യരെല്ലാവരും എല്ലാ ലോകങ്ങളിലും പലതരത്തിൽ തന്നെയാണ്. ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അതായത് ജീവിതത്തിൽ അങ്ങേയറ്റം ദയാരഹിതമായ ലോകമാണിതെന്ന് ചില ഘട്ടങ്ങളിൽ തോന്നുകയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കരുണയുള്ള മനുഷ്യരെ കണ്ടുമുട്ടുകയും ചെയ്യുന്നതിനെയാണല്ലോ നമ്മൾ ഈ യാത്രയും ജീവിതം അനുഭവം എന്നൊക്കെ പറയുന്നത്. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ കൊൽക്കത്തയിൽ യാദൃശ്ചികമായിട്ടാണ് ഈ അരവിന്ദ ഭട്ടാചാര്യയെ കാണുന്നത്. തർത്തല എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു വേസ്റ്റ് ബിൻ, അതായത് വേസ്റ്റ് ഒരുപാട് കൂട്ടിയിട്ട ഒരു പ്രദേശത്ത് ഒരു ചായക്കട നടത്തുന്ന ഒരാൾ, അയാൾ ആരാണെന്ന് അന്വേഷിച്ച് വരുമ്പം അയാൾ ഈ പറഞ്ഞ പോലെ ഋഷികേശ് മുഖർജിയുടെയൊക്കെ കൂടെ എഡിറ്റിങ്ങിലുണ്ടായിരുന്ന 200ഓളം സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ പ്രസാദ് ലാബിൽ വർക്ക് ചെയ്തിട്ടുള്ള, മദ്രാസിൽ ഒരുപാട് തവണ വന്നിട്ടുള്ള, അവിടുത്തെ നോർത്ത് ഈസ്റ്റും കൊൽക്കത്തയും അടങ്ങുന്ന റീജിയൻ്റെ എഡിറ്റേഴ്സ് ഫോറത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരു മനുഷ്യൻ ഒരുപാട് വർഷത്തിന് ശേഷം വിസ്മരിക്കപ്പെട്ട് ഒരു ചായക്കട നടത്തുകയാണ്. അതാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ പരതിയെടുത്തുമ്പോൾ പുള്ളി ചെമ്മീൻ റഫ് കട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ കട്ടിനെ കുറിച്ച് പറയുകയാണ്. ആ നായികയെ കല്യാണം കഴിച്ചിട്ട് പിന്നത്തെ ഷോട്ടിൽ കാക്കകൾ ഇല കൊത്തി വലിക്കുന്ന ഒരു ദൃശ്യമില്ലേ എന്ന് ഈ 80 വയസ്സൊക്കെയുള്ള ഒരു മനുഷ്യൻ എന്നോട്. അപ്പം എനിക്ക് ഉറപ്പായി ഇദ്ദേഹം എന്തായാലും ഈ സിനിമയുടെ ഋഷികേശ് മുഖർജിയുടെ കൂടെ ഉണ്ട്. പക്ഷെ ഞാനിത് നോക്കുമ്പോൾ മൂവിയോള സിസ്റ്റത്തിൽ ഡെമോ കൊടുക്കുന്ന യൂട്യൂബിൽ ഇദ്ദേഹമാണ് ആ സിസ്റ്റത്തിൻ്റെ ഡെമോ കൊടുക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ കാണുന്നു. അതുപോലെ ഈ ബുന്ദേൽഖണ്ഡിൽ ഒരിക്കൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ഒരു നദി ചേരുന്ന ഭാഗമുണ്ട്, അതായത് ചമ്പൽ നദിയൊക്കെ വന്ന് ചേരുന്നൊരു ഭാഗത്ത് നമ്മളൊരു ആൽത്തറയുടെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഉച്ചയ്ക്ക്. അപ്പോൾ അവിടെ ഒരു ബോഡി കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ ഒരു പ്രായമുള്ള ആരെയാണെന്ന് വിചാരിച്ചു. അതിങ്ങനെ ചെറിയ ബോഡിയാണ്. അപ്പോൾ അവരെന്തോ തിരയുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ചോദിക്കുമ്പോൾ അത് കൊച്ചു കുട്ടിയാണ്. അപ്പോൾ കല്ല് തപ്പി നടക്കുകയാണ് അവർ. മറ്റതെല്ലാവരും കത്തിച്ച് കളയും. കുട്ടികളെ മരിച്ചാൽ കല്ല് കെട്ടി താഴ്ത്തുകയാണ് അവർ ചെയ്യുന്നത്. പുഴയിൽ കല്ല് കെട്ടി താഴ്ത്തും. അപ്പം നമുക്ക് ആ കേൾക്കുന്ന മാത്രയിൽ നമുക്ക് തോന്നുന്നു ഈ കുട്ടികളെ എങ്ങനെയാണ് ഇങ്ങനെ കല്ല് കെട്ടി താഴ്ത്താൻ പറ്റുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നത് വേറെയാണ്.
കുട്ടികളെ എങ്ങനെയാണ് കത്തിച്ച് കളയാൻ പറ്റുന്നതെന്നാണ് അയാൾ ചോദിക്കുന്നത്. കുട്ടികളെ നിങ്ങൾക്ക് എങ്ങനെ കത്തിച്ച് കളയാൻ പറ്റും? ഇതൊരു രണ്ട് ചോദ്യങ്ങളാണ്, രണ്ട് തരത്തിലുള്ള പെർസ്പെക്റ്റീവാണ്, രണ്ട് തരത്തിലുള്ള കാഴ്ചയാണ്. കുട്ടികൾ ഈ പുഴയിൽ കല്ല് കെട്ടി താഴ്ത്തി അത് മറ്റൊന്നായിട്ട് മാറാം, അവർക്ക് മറ്റൊരു ജന്മമുണ്ടാകാം എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് അവർ ആ കുട്ടികളെ കെട്ടിത്താഴ്ത്തുന്നു എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്കത് കൺവിൻസ്ഡ് ആയിട്ടാണ് തോന്നിയത്. കാരണം അവരുടെ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം അതാണ്. ഈ രീതിയിൽ ഷിറോസിൻ്റെ കാര്യം, ലക്നൗവിൽ ഷിറോസ് എന്ന് പറഞ്ഞ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സിൻ്റെ ഒരു കഫേ, ഞാൻ എപ്പോഴും മലയാളി ജേർണലിസ്റ്റുകളും സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ എപ്പോഴും കൊണ്ടുപോകാറുള്ളൊരു കഫേയാണത്. അവിടെ അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നവർ, ഈ ഭക്ഷണം വിളമ്പാൻ വരുന്നവരെല്ലാം ഈ സർവൈവേഴ്സാണ്, അറ്റാക്ക് സർവൈവേഴ്സാണ്. അപ്പം നമ്മൾക്ക് ഈ കാഴ്ചയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർ വരുന്നവരെല്ലാം മേല് മുഴുവൻ പൊള്ളിയവരാണ്. അതൊരു ശീലമാക്കി മാറ്റിയാൽ ധാരാളം ആൾക്കാർ അവിടെ വരാറുണ്ട്. ഒരു സ്ത്രീ മാത്രം യാതൊരു തരത്തിലുള്ള അത്തരം പാടുകളൊന്നുമില്ല. അപ്പോൾ അവരോട് ചോദിക്കുകയാണ് നമ്മൾ, നിങ്ങളിതിൻ്റെ നടത്തിപ്പുകാരാണോ, നിങ്ങൾ ഇവർക്ക് വേണ്ടി നടത്തുന്ന ഒരു NGOയുടെ ഭാഗമാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അവർ നിങ്ങൾക്ക് ആക്രമണം നേരിട്ട് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നു, എൻ്റെ മുഖത്തേക്കല്ല ഒഴിച്ചത്, 2-3 കുട്ടികൾ പെൺകുട്ടികളായി, അടുത്ത കുട്ടിയും പെണ്ണായിരിക്കും എന്ന് ഉറപ്പുവരുത്തിയപ്പം എൻ്റെ ശരീരഭാഗത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കാണ് ആസിഡ് ഒഴിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഇതുപോലുള്ള മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രീതിയിലാണ് അതിനെ കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഈ അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി 5 മിനിറ്റ് സദസ്സിനുള്ളതാണ്, ചോദ്യങ്ങൾ ചോദിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ. സാറ് ഈ കുട്ടികളെ ശവമടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നമ്മൾക്ക് ഈ എന്തുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ ശരീരങ്ങൾ പുഴുവരിക്കാൻ വെക്കുന്നതാണോ നല്ലത്, അതല്ല കത്തിച്ച് കളയുന്നതാണോ നല്ലത്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ മണ്ണിൽ കൊണ്ടുവച്ച് പുഴുവരിക്കാൻ വെക്കുന്നത് നല്ലതാണോ? അല്ല, അതിന് ഓരോ സമൂഹത്തിലും ഓരോ രീതിയിലും ഒക്കെ ഉണ്ടായിരുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചൊക്കെ സംസ്കാരത്തിന് അതിൻ്റേതായ ഒരു രീതി ഉണ്ടാക്കിയെടുക്കുകയും അത് ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തു. ഇത് കുറേ കൂടെ വേറിട്ട തരത്തിലുള്ള ഓരോ വിഭാഗങ്ങളും അവരങ്ങനെ തരത്തിലുള്ള ഓരോ മേഖലകളിൽ ജീവിക്കുക ചെയ്യുന്നതിൻ്റെ വിശ്വാസങ്ങളുടെ രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് കേരളത്തിൽ ഇലക്ട്രിക് ക്രെമറ്റോറിയങ്ങളുടെ കാലത്ത് ഏതാണ് ശരി എന്ന് ചോദിക്കുന്നത് അർത്ഥമില്ലെന്ന് തോന്നുന്നു. കാരണം അത് അവരുടേതായ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എനിക്ക് വളരെ സന്തോഷം വന്ന് മുസഫർ അഹമ്മദ് എന്ന് പറയുന്ന ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മലയാളത്തിലെ ഏറ്റവും നല്ല യാത്രകളും പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലകളിലൊക്കെ നിരന്തരം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുള്ള അവിടുത്തെ ഒരുപാട് എഴുത്തുകാരെ, മെഹമ്മൂദ് ആർവിഷിൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരുപാട് എഴുത്തുകാരെയൊക്കെ കൂടുതൽ പരിചയപ്പെടാനും അത്തരത്തിലുള്ള ലോകം കൂടുതൽ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ആളാണ്. കൊൽക്കത്തയിൽ വെച്ച് പരിചയപ്പെടുകയും ബംഗാളിലെ പുസ്തകങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരാളുടെ കൂടെ ഈ സെഷൻ ഇരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ട്. പ്രമോദേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കൃഷ്ണാജ്, വൈജു സാർ എല്ലാവരും ഉണ്ട്, അരുണുണ്ട്. അപ്പോൾ എല്ലാവരോടും അത്രയും പേരുടെയൊക്കെ എല്ലാവരും ഒരുമിച്ച് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതും DC ബുക്സിനോടും KLF-നോടും വലിയ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഈ പുസ്തകം ഉണ്ടാവാനുള്ള കാരണം കമൽറാം സജീവും ആണ്. ട്രൂ കോപ്പിയിൽ സീരിയലൈസ് ചെയ്ത് വന്നതാണ് പുസ്തകമായത്. അവരോടും ഞാൻ ആ കാര്യത്തിൽ കടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, ഈ പുസ്തകം കഴിയുമെങ്കിൽ എല്ലാവരും വായിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. താങ്ക് യു. ഇത് നമ്മുടെ മലയാളികളുടെ പത്രപ്രവർത്തന പാരമ്പര്യത്തിൽ എപ്പോഴും ട്രാവൽ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് സഞ്ചാരവും കൂടി ബന്ധപ്പെട്ട പത്രപ്രവർത്തനം എല്ലാ കാലത്തും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ മൂർത്തമായി വരുന്ന ഒരു സന്ദർഭത്തെയാണ് സനോജിൻ്റെ ഈ പുസ്തകം പ്രതികരിക്കുന്നത്. ഒരു രാജ്യം, ഇത്രയും വലിയ ഒരു രാജ്യം അതിൻ്റെ വൈവിധ്യങ്ങളോടുകൂടി നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആ വൈവിധ്യങ്ങളുടെ വിശദാംശങ്ങൾ എന്താണ്? ആ വൈവിധ്യങ്ങളോടെ നമുക്ക് നിലനിൽക്കാനാവും. നാം സ്ഥിരമായി പറയുന്ന ബഹുസ്വരത എന്ന് പറയുന്ന
ഈ വൈവിധ്യങ്ങളുടെ സാംസ്കാരികമായ വൈവിധ്യങ്ങളെ ഇപ്പം നേരത്തെ പറഞ്ഞ ബുന്ദേൽഖണ്ഡിൽ കുട്ടികളെ സംസ്കരിക്കുന്നതിൻ്റെ സംസ്കാരത്തിൽ പോലുമുള്ള വലിയ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വിഭിന്നതകൾ വൈജാത്യങ്ങൾക്ക് നടുവിൽ ഒരു രാജ്യമായി, ഒരു സ്ഥലമായി, ഒരു ദേശമായി നാം എങ്ങനെ നിലനിൽക്കുന്നു എന്നതാണ്. അതിനെ അപായപ്പെടുത്താൻ ആണ് എല്ലാ കാലത്തും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നും അത്തരം ശ്രമങ്ങളെല്ലാം എന്താണ് ഇന്ത്യൻ പോളിറ്റി എന്ന് തിരിച്ചറിയാത്തതാണ് എന്നും കൃത്യമായി പറയുന്ന പുസ്തകമാണ് ഒരു ദേശം പല ഭൂഖണ്ഡങ്ങൾ. അത് ഒരു വെറും ട്രാവൽ അനുഭവത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പത്രക്കാരൻ്റെ യാത്രയുടെയോ മാത്രം കഥയല്ല. അത് തീർച്ചയായും അത് ഈ രാജ്യത്തിൻ്റെ വൈജാത്യങ്ങളെ, ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, 64 സ്ഥലങ്ങളിൽ എനിക്കിപ്പോൾ അടുത്ത കൊല്ലം 60 വയസ്സാവും. ഈ കാലത്തിനിടയിൽ ഞാൻ നടത്തിയ ഇന്ത്യൻ യാത്രയിൽ 64 സ്ഥലങ്ങളിൽ ഒരു ഇടച്ചുമര്, അതായത് ഒരു ചെറിയ ചുമരിന് അപ്പുറത്ത് ഹിന്ദു ക്ഷേത്രവും ഇപ്പുറത്ത് നമസ്കാരം നടക്കുന്ന ചെറിയ പള്ളികളുമുള്ള 64 സ്ഥലങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ യാത്രകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു കോഎക്സിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഈ രാജ്യത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതെ ആ ചുമര് ഇടിക്കണം, അത് ഒന്നുകിൽ അമ്പലമാക്കുക അല്ലെങ്കിൽ പള്ളിയാക്കുക എന്ന ഏകവാദത്തിലേക്ക് പോകുന്ന അപകടകരമായ ഈ മുഹൂർത്തത്തിൽ കുറെ കാലമായി നാം അനുഭവിക്കുന്നു. ആ സമയത്ത് സനോജിന്റെ പുസ്തകം ഈ രാജ്യത്തിൻ്റെ, അതിൻ്റെ വൈജാത്യത്തിൻ്റെ സൗന്ദര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു.